അളിയാ എനിക്കിന്ന് വരാൻ പറ്റൂല അളിയാ. അയ്യോ എന്താ പരിപാടി അളിയാ? നിന്നെ നോക്കിയിരിക്കുമല്ലേ ഞങ്ങളിവിടെ. അതല്ലളിയാ, ഇന്ന് അച്ഛന്റെ സബ്സിഡി അളിയാ. ലോൺ എടുത്ത് വാങ്ങിച്ചാന്നോടാ അച്ഛനെ? അയ്യോ അതല്ലളിയാ, നമ്മുടെ ഈ 70ാമത്തെ പിറന്നാളിനുള്ള ചടങ്ങില്ലേ, സപ്തതി. അത് തന്നെ. പിന്നെ നിങ്ങള് യൂട്യൂബില് എന്റെ പഴയ ഏതെങ്കിലും വീഡിയോസ് എടുത്ത് ഇടട്ടളിയാ. പിന്നെ അളിയാ, ഞാന് ശർക്കരയൊക്കെ കലക്കി വെച്ചേക്കുവാ. 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാടാ. എന്തിനാ? കലക്കി വെച്ചതെടുത്ത് വാറ്റി കുടിക്കണ്ടേ? എടാ പൊട്ട, അതിനല്ല. ഈ മൈദമാവിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഈ കേക്ക് ഉണ്ടാക്കിട്ട് അവസാനം കടുവറുത്തൊഴിച്ചാ മതിയാ. അമ്മേ അമ്മേ, അച്ഛ എവിടെ പോണ്? ടൂറിന് പോകുന്നു. അനുമതി അനുമതി. ഓ, എന്തിനാ മനുഷ്യൻ ഇങ്ങനെ അലറി വിളിക്കുന്നേ? നിന്നെ ആര് വിളിച്ചു? ഭാനുമതി ഭാനുമതി എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നത്. എനിക്ക് കാപ്പി വേണ്ട, പാല് മതി പാല് മതി എന്നാ പറഞ്ഞത്. ഓ അല്ല മനുഷ്യ, നിങ്ങൾക്ക് എന്നെ വേണ്ടേ? നിന്നെ എനിക്ക് മതിയായി. മാനവേനാ? മാനവനോ? മേനനെ, നിങ്ങൾ എനിക്ക് പണ്ടേ മതിയായതാ. നമ്മുടെ സച്ചുക്കുട്ടൻ എന്തിയടി? അവൻ അവിടെ എവിടെങ്കിലും ഇന്ന് വല്ല കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. ചാച്ചാ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സച്ചുകുട്ടാ വിളിക്കല്ലേ. എന്റെ പേര് സച്ചിദാനന്ദൻ. എടാ നീ ഞങ്ങളുടെ കടിഞ്ഞൂൽ കൺമണി അല്ലയോടാ? ഞാനിപ്പോ കടിഞ്ഞാൻ വിട്ട് നിൽക്കും, അറിയാവോ? എന്റെ കൂടെ പഠിച്ചവരെ മക്കളെ കല്യാണം വരെ കഴിഞ്ഞു. ഞാനിപ്പോഴും നിൽക്കുക 49 വയസ്സിൽ ഇങ്ങനെ. അതിനൊക്കെ ഒരു മിടുക്ക് വേണം. എന്താ എനിക്ക് മിടുക്കില്ലയോ? നിനക്കേ കുഞ്ഞനാളി ചെറിയൊരു മിടുക്കുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വളർന്നപ്പോ ആ മിടുക്കങ്ങ് വളർന്ന് എന്റെ കൂടെ കാണണോ? എടാ നിന്നെ ഞങ്ങൾ കൊഞ്ചിച്ചല്ലോടാ വളർത്തിയത്. എന്നെ നിങ്ങൾ കൊഞ്ചിച്ചല്ല, നിങ്ങൾ എന്നെ വഞ്ചിച്ചാ വളർത്തിയത്, അറിയാമോ? നടക്കൂല എന്റെ പൊന്നു മച്ചമ്മ, നടക്കൂല. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതല്ലേ, ഞാൻ ഉണ്ടാക്കിയ ടേസ്റ്റ് വരില്ല, അത്രേ ഉള്ളൂ. നീ കണല് കുറച്ച് മാറി അതിന്റെ മുകളിലിട്ടെ. എന്താ സംഭവം? എന്റെ പൊന്നു ഏട്ടാ, ഉണക്കമീൻ ചുട്ടു കൊടുക്കാൻ ഞാൻ ഇപ്പൊ അങ്ങ് ചെല്ലണമെന്ന് കൊണ്ട് കൊടുക്ക. ഇന്ന് അച്ഛന്റെ സപ്തതിയാ. ഈ മൂടാനുള്ള പൊന്നാട വാങ്ങിയായിരുന്നു. അളിയനും പെങ്ങളൊക്കെ വന്നിട്ട് കൊടുത്താ പോരായോ? ഓ, അച്ഛൻ ജനിച്ച സമയം ഇപ്പൊ നടത്തണം. അത് അന്നേരം കാര്യം ചെയ്യും, ഫീഡിംഗ് ബോട്ടിലും ഒരു തൊട്ടിയും വാങ്ങിക്കാം. പിന്നെ ആട്ട നീ കടയിൽ പോയപ്പോ നീ അത് വാങ്ങിച്ചില്ലായിരുന്നു? ഞാൻ കേക്കിനുള്ള സാധനം വാങ്ങാനല്ലേ പോയത്, ചേട്ടൻ വെളിയിൽ പോയി വാങ്ങിക്കൂടായിരുന്നു. എന്നെ അങ്ങനെ വീടിന് വെളി വിടത്തില്ല, പിന്നെ ഞാൻ അങ്ങനെ വാങ്ങിക്കുന്നത്. എടാ സച്ചുക്കുട്ടാ, നിന്നെ വീടിന് വെളി വിടാത്തതിന്റെ കാരണം ഇതുവരെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആ നിഗൂഢ സത്യം ഞാൻ നിന്നോട് പറയാം. എന്നാ സ്റ്റേറ്റ് നാടാക്കാനാന്ന് പറഞ്ഞാട്ടെ. എടാ നിന്നെ പിള്ളേരെപ്പിടുത്തക്കാര് പിടിച്ചോണ്ട് പോവടാ. നിന്റെ കണ്ണ് തുറന്നെടുക്കും, നിന്റെ നാക്കങ്ങ് പറിച്ചങ്ങെടുക്കും. കേട്ടോടാ, അച്ഛൻ പറഞ്ഞത്. ഞാൻ വെളിയിൽ പോയി എന്റെ നാക്ക് പറിച്ചെടുക്കുമെന്ന്. മിണ്ടാന്നോളണം, അല്ലേ? നിന്റെ നാക്ക് ഞാൻ പിടിതെടുക്കും. എനിക്കറിയാം നിങ്ങൾ ഇതെല്ലാം മറക്കുമെന്ന്. എനിക്ക് എന്റെ എന്നെ മറക്കാൻ പറ്റുമോ? ഏതായാലും ഞാൻ ഒരു കൂട്ടം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതങ്ങ് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. ഈ പൊന്നാട അച്ഛനെ കാണിക്കല്ലേ? ഇത് പൊന്നാടല്ലോ, അമ്മയുടെ പാവാടയാണല്ലോ. എന്തായാലും എനിക്കിത് പൊന്നാടയാണ്. അനുമതി, നീ മതി. അപ്പൊ ഇതങ്ങോട്ട് അണിയിക്കാം, പൊന്നാട അണിയിക്കാം. അങ്ങനെ മേനവനെ പൊന്നാട അടിക്കുകയാണ്. നിങ്ങൾ സൈലന്റ് മാറിയിരുന്ന, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ ചരിച്ചെടുക്കാവേ. ഈ സൈഡിൽ ഒരുപോലെ ആയിരിക്കണം. ഈ സൈഡിൽ നിന്ന് ഞാനങ്ങ് കീച്ചട്ടെ. എടാ നല്ലൊരു ദിവസമുണ്ട്, നല്ല വർത്താനം പറയടാ. അതുകൊണ്ടാ, അല്ലെങ്കിൽ ജനിച്ച ദിവസം തന്നെ അച്ഛൻ മരിച്ചെന്നുള്ള നാണംകേട് കിട്ടുന്നതുകൊണ്ടാ ഞാൻ അനങ്ങാൻ നിൽക്കുന്നത്. നീ നാട്ടുകാരോടും പറഞ്ഞില്ലോ അച്ഛന്റെ സപ്തതികളായിരിക്കും. നീ നാട്ടുകാരെ വിളിച്ചു വരുത്തി കാണിക്കാൻ പാവാടക്കാത്തിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഒന്ന് സ്റ്റൈലായിട്ടൊന്ന് ഇരുന്നേ. അടിപൊളിയല്ലേ അമ്മേ? അമ്മ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ അടുത്ത് ചേർന്നിരുന്നേ. കെട്ടിപ്പിടിച്ച് കേട്ടോ. വാ, എന്താ അടിയത്? അച്ഛനല്ലേ ഇരിക്കുന്നേ? നീ എന്തേ കാണിക്കുന്നത്? അണ്ണ പിന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ? ഞാൻ ഫോൺ വിളിച്ച് നിന്നോട് പറഞ്ഞ എന്നാടി അച്ഛന്റെ സപ്തതി എന്നാ പറഞ്ഞേ. അണ്ണാ ഞാൻ കേട്ടത് അച്ഛൻ ചത്തടീന്നോ. ഇവക്ക് പ്രാന്ത്. മേനനെ അപ്പോഴേക്ക് പാവാടയും മുതച്ചങ്ങ് കിടന്നുറങ്ങി. സുഖം. അതിർത്തിന്ന് വേറെ പോന്നു. യൂണിഫോം മാറാനുള്ള സമയം പോലും അളിയന്റെ പെങ്ങള് തന്നില്ല. അളിയ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല. അളിയാ കൊണ്ടുവന്നളിയാ. എന്ത് കൊണ്ടുവന്നു? നീ എടുക്ക്. ഞാൻ പക്കത്തിരിക്കുന്ന എടുക്കളിയാ. ഞാൻ എടുക്കത്തില്ല, ആരോ വെക്ക്. അളിയാ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞേ, പിന്നെ കുപ്പിക്കട കാര്യ പറഞ്ഞു. കുപ്പി കൊണ്ടുവന്നളിയാ, 2 കുപ്പി കൊണ്ടുവന്നു. എടുക്കെടുക്ക് പൊട്ടിക്കാ.
പേരേന്ന് വാങ്ങിച്ച ഒരെണ്ണത്തിനകത്ത് വെള്ളം ഇരിക്കുക അത് തരത്തില്ല. കുഞ്ഞുമക്കളിങ്ങ് വന്നേ അപ്പൂപ്പന്റെ മറ്റോട്ടൊന്ന് ഇരിക്കടാ. ആഹാ, അമ്മയുടെ കളർ തന്നെ ആണല്ലോ രണ്ടുപേർക്കും. ഇനി ഒന്ന് നോക്കിക്കേ. ഏതാടാ ഈ സായിപ്പ് കുഞ്ഞുങ്ങള്? നീ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ പിള്ളാരെ കൊണ്ട് അങ്ങ് അകത്ത് പോ. ഒരുവനെ വന്ന സ്ഥിതിക്ക് ഒരെണ്ണം തരട്ടെ. സല്യൂട്ട് തരട്ടെ. സല്യൂട്ട്. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ അമ്മ എന്തുവാ പറഞ്ഞ? അച്ഛനൊന്നും കഴിക്കത്തില്ലെന്നോ? ഇല്ല കളെ, ഒന്നും കഴിക്കത്തില്ല. കഴിക്കാഞ്ഞിട്ട് ഇത്രയും അളിയാ നോക്കി നിൽക്കാതെ പൊക്കളിയാ. അച്ഛൻ നിക്കളിയാ അളിയാ. ഹലോ അപ്പൊ നിങ്ങളുടെ സ്വന്തം ആർത്തിക് സൂര്യ കൂടെ ആർത്തി ഒട്ടുമില്ലാത്ത എന്റെ ഗേൾഫ്രണ്ട് അണ്ണാച്ചിലോട്ടിട്ട് കുത്ത്. എന്റെ അപ്പൂപ്പന്റെ എന്തിരിപ്പില്ലെങ്കിലും അതാണ് ഗൈസ്. 70ാമത്തെ പിറന്നാളാണ് ഗൈസ്. അപ്പൊ നമ്മുടെ കോപ്രകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്ത് പറയുന്നു? കുടുംബ പ്രതിനിധികളെ പരിചയപ്പെടാം. ഇതാണ് അപ്പൂപ്പന്റെ വീട് ഗൈസ്. നോക്കൂ, എന്റെ അമ്മൂമ്മയുടെ തുറപ്പാ. എന്റെ അമ്മൂമ്മയുടെ തുറപ്പാ. നീ തുറക്കാതിരിക്കും ഗൈസ്. ഇവിടെ ആരുമില്ലേ ഗൈസ്? ഐസ് കച്ചവടക്കാരാ, ഒരു ബോൾ ഐസും ഒരു കമ്പൈസും. ഞാൻ ഐസ് കച്ചവടക്കാരനല്ല. നിർത്തടാ കട്ടൻ തുണി തയ്ച്ചാലേ. നീ ആരാടാ? ചിറ്റപ്പാ. ചീറ്റി. ഇനിയും പറ, ഇവളാരാ? ഇവളെന്റെ കൂടെ വ്ലോഗ് ചെയ്യണോ? ഇത്രയും പ്രായമായിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോലും ചെയ്തിട്ടില്ലല്ലോടാ. അതെയും പറടാ, നീ ആരാടാ? സുകുമാരന്റെ മോൻ. അയ്യോ പൃഥ്വിരാജേ, നീ ഇങ്ങെത്തിയോ രാജേ? പൃഥ്വിരാജ് അല്ലോ. നീ പിന്നെ എന്തിന്റെ വിത്താ? പണ്ട് ഇവിടെ ഒളിച്ചോടിയ സുകുമാരന്റെ മോൻ. ചാച്ചാ, സുകുമാരന്റെ മോനാ. എനിക്ക് ഇവനെ കാണണ്ട. അതെന്താ? ഞങ്ങളെ കളഞ്ഞേട്ടെ നാട് വിട്ട് പോയവനാ ഇവന്റെ തന്ത. അവൻ നാട് വിട്ട് പോയതല്ല, നിങ്ങൾ ഇന്ന് രക്ഷപ്പെട്ടു പോയതാ. ഏറ്റെടുത്ത് നിൽക്കുന്ന പേര് കളിച്ച് എന്റെ താഴ്വരിപ്പ 2 കിലോ വളർന്ന് എന്റെ പെട്രോൾ കാണാം, അറിയാമോ? അതിന് തുഴഞ്ഞ് ഭൂമി തുറത്തങ്ങ് ഇറങ്ങും. കേക്ക് 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 ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്ന്. ഇത് മൂത്ത കേക്കാന്നോടാ. പോ അച്ഛ എണീച്ച, അത് പൂവച്ച കേക്ക. അല്ലയോ അച്ഛന്റെ സപ്തതിക്ക് പൊട്ടിക്കാനായിട്ടേ ഒരു കിടക്ക സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കാണിച്ചാലിയ ചൈനയിലോട്ട് കീച്ചാൻ ഇരുതാ, പിന്നെ ഓർത്ത് ഇവിടെ കൊണ്ടുവന്ന് കീച്ചാവുന്നു. മേളിന്നേ പൊട്ടി പിരുവിരാന്ന് വരുന്ന കാണാൻ ഭയങ്കര രസമാ. നമ്മൾ കാണുമോ? പിന്നെ വേപ്പോട്ട് നോക്കിയിരുന്നാ മതി, കാണും. നമ്മൾ അന്നേരം കാണുമോന്ന് അതറിയത്തില്ല. കേക്ക് അങ്ങ് കട്ട് ചെയ്തേ. ഞാൻ വെടി വെച്ചങ്ങ് തകർത്തേക്കാം. ആ കേക്ക് അങ്ങ് മുറിക്കച്ച. മക്കളെ കേക്ക് മുറിക്കട്ടെ. അച്ഛൻ മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഗായ്സ്, ഹാപ്പി ബർത്ത്ഡേ ഗായ്സ്, ഹാപ്പി ബർത്ത്ഡേ ഡാഡീസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോ ഗായ്സ്, ഇത് ഒരു ഓൾഡ് ജനറേഷൻ ബർത്ത്ഡേ ആണ് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ന്യൂ ജനറേഷൻ ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഞാൻ കാണിച്ചു എന്താണ് കാണിക്കുന്നു? വീട്ടിൽ കയറുമ്പോൾ തോന്നാത്ത കാണിക്കുന്നു. അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുക. കേക്കിന്റെ വിലയുള്ള സാധനമല്ല, 1.5 ലക്ഷം രൂപ വിലയുള്ള സാധനം. തറയിലിട്ട് പൊട്ടിക്കരുത്, തറയിൽ അടിക്കരുത്. അച്ചുകുട്ടാ, നീ മിണ്ടരുത്. കുഞ്ഞിന്റെ ക്യാമറ അങ്ങ് കൊടുത്തേ. ഇവരാണോ കുഞ്ഞ്? അതെ, കുഞ്ഞ്. ഇന്ന് ഇവിടുത്തെ കുഞ്ഞ് ഞാനാ. എന്റെയാ ഹാപ്പി ബർത്ത്ഡേ. ഹലോ ഗൈസ്, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എന്റെ എല്ലാ ഗൈസുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. നല്ല നാള് പിറന്നാള് വെച്ചതാരാണി കിന്നരിപ്പൻ തലപ്പാവ്. ഇതുങ്ങള് വെക്ക് 2 എണ്ണം.